നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോകുന്നത് ഒരു പ്രകൃതിയുടെ ദൃശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഇതുപോലെ പീച്ച് കളർ എടുത്തിട്ട് കുറച്ച് റൗണ്ട് വരയ്ക്കുകയാണ്. പീച്ച് കളർ ഉപയോഗിക്കുന്നത് ലൈറ്റ് കളർ ആയതുകൊണ്ടാണ് പീച്ച് കളർ എടുത്തത്. പീച്ച് കളർ ഇല്ലാത്തവർ ബ്രൗൺ കളർ എടുത്തിട്ട് ലൈറ്റായിട്ട് വരച്ചാൽ മതിയാകും. പീച്ച് കളറ് ഉള്ളവർ അതെടുത്ത് വരയ്ക്കുക. ഇത് സ്കിന്നിൻ്റെ കളർ പോലുള്ള കളറുകളുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. പീച്ചില്ല ബ്രൗൺ ആയാലും മതിയാകും. ഇനി നമുക്ക് ഇതിൻ്റെ കളറുകൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നോക്കാം. പ്രകൃതിയുടെ ദൃശ്യമാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. പ്രകൃതിയെ പൂർണ്ണമായും ആവാഹിച്ചെടുക്കുന്ന രീതിയിൽ നമുക്ക് വരച്ച് വരാം. പീച്ച് കളർ ആദ്യം കൊടുത്തതിന് ശേഷം ഓറഞ്ച് കളറ് ഇതുപോലെ അപ്ലൈ ചെയ്യുക. നമ്മൾ കളറുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡാർക്കായിട്ട് ചെയ്യുക. കൂടുതൽ നമ്മൾ ഇറുക്കി പിടിച്ച് അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ കളർ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അധികം അങ്ങ് ഒടിഞ്ഞു പോകാത്ത രീതിയിൽ ചെയ്യുക. പിന്നെ പലരും കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, ഞങ്ങൾ കളർ ചെയ്യുന്ന സമയത്ത് കളറുകൾ ഈ പിരുന്ന് പേപ്പറിൽ വീഴുന്നുണ്ടെന്ന്. അത് കുറച്ച് ദിവസം വരച്ച് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ മുറിഞ്ഞു വീഴാത്ത രീതിയിൽ വരയ്ക്കാനുള്ള ഒരു ട്രിക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. ഇനി നമുക്ക് യെല്ലോ കളറ് അപ്ലൈ ചെയ്യാം. യെല്ലോ കളറ് 2 റൗണ്ടിനകത്തായിട്ടാണ് വരച്ചിട്ടുള്ളത്. യെല്ലോ കളറെന്ന് പറയുമ്പോൾ ഏത് യെല്ലോയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ടുണ്ടാകും. അത് ഏത് യെല്ലോ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ലെമൺ യെല്ലോ ആയാലും മതി, ഇതുപോലെ ഡാർക്ക് യെല്ലോ ആയാലും മതി. ഇനി യെല്ലോയുടെ മുകളിലേക്ക് റെഡ് കളർ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ലൈറ്റായിട്ട് കാണും. യെല്ലോയുടെ മുകളിലേക്കാണ് റെഡ് കളർ അപ്ലൈ ചെയ്തിട്ടുള്ളത്. വളരെ സാവകാശം നിങ്ങൾ ചെയ്താൽ മതിയാകും. ഇതിന് സ്പീഡ് കൂടിപ്പോയി എന്നുള്ള അഭിപ്രായമുള്ളവർ നമ്മൾ യൂട്യൂബിൽ തന്നെ സ്പീഡ് കുറച്ച് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ തന്നെ ഇട്ടിട്ട് നോക്കി പിക്ചർ വരയ്ക്കാൻ സാധിക്കും. വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോയാൽ എനിക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സ്പീഡ് കുറച്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഡാർക്ക് ബ്ലൂ കളറാണ് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് സ്കൈയുടെ കളറുമായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ ആണ് ഈ ഡാർക്ക് ബ്ലൂ കളർ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചില ബോക്സുകളിൽ ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും അതിനിടയ്ക്കുള്ള വേറൊരു കളറുകളും കാണും. നിങ്ങൾ ഈ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കളറെടുത്ത് അപ്ലൈ ചെയ്താൽ മതിയാകും. മാക്സിമം ഈ വൈറ്റ് പോർഷൻസ് എല്ലാം അടയുന്ന രീതിയിൽ വേണം നമ്മൾ കളർ ചെയ്യേണ്ടത്. അപ്പോഴേ പിക്ചറിനൊരു ഭംഗി കൂടുതൽ കിട്ടത്തുള്ളൂ. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ലൈറ്റ് ബ്ലൂ കളറാണ് എടുക്കേണ്ടത്, സ്കൈ ബ്ലൂ കളർ. അത് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത്, ഏത് കളർ ചെയ്യുന്ന സമയത്തായാലും മറ്റൊരു കളറിൻ്റെ പുറത്ത് കൈ തട്ടാത്ത രീതിയിൽ വേണം കളറ് അപ്ലൈ ചെയ്യേണ്ടത്. കളറ് നമ്മളുടെ കൈ ഈ വരച്ച കളറിൻ്റെ പുറത്ത് തട്ടുകയാണെങ്കിൽ അതിൽ ഈ ഓരോ കളറുകളും മറ്റൊരു കളറിൻ്റെ പുറത്തായിട്ട് കയറി വരുന്നതാണ്. അതുകൊണ്ട് അത് ചെയ്യാതെ മാക്സിമം സൂക്ഷിക്കുക. ഇതുപോലെ ലൈറ്റ് ബ്ലൂ കളറ് എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യാം. എൻ്റെ ബുക്ക് ക്യാമറ സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് വയ്ക്കുമ്പോൾ കുറച്ച് ചെറുതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബുക്ക് മാറ്റി പിടിച്ച് നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ ഇതുപോലെ വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബ്ലാക്ക് കളർ ഉപയോഗിച്ച് കുറച്ച് ട്രീ വരയ്ക്കാം. ഇതുപോലെ നല്ല പൊക്കത്തിലാണ് ട്രീയുടെ മുകൾ ഭാഗം അങ്ങ് മറു സൈഡിൽ, പിക്ചറിൽ കാണാത്ത സൈഡിലോട്ട് പോകുന്ന രീതിയിലാണ് വരച്ചിട്ടുള്ളത്. ഇത് മറ്റൊരു ട്രീ ആണ്. അതിൻ്റെ ശാഖകളാണ് വരയ്ക്കുന്നത്. ഈ ബ്രാഞ്ചസ് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആവാത്ത രീതിയിൽ വരയ്ക്കുക. ഒറിജിനലായിട്ട് തോന്നുന്ന രീതിയിൽ വരയ്ക്കുക. ഇനി 3 ട്രീകൾ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബുക്ക് കുറച്ച് വലുതാണെങ്കിൽ ഒരു ട്രീ കൂടി വരയ്ക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. A3 സൈസ് ബുക്കൊക്കെ എടുത്തിട്ടുള്ളവർക്ക് ഒരു ട്രീയും കൂടി വരയ്ക്കാം. നമ്മൾ പ്രകൃതി ദൃശ്യം ആകുമ്പോൾ എത്ര ട്രീകൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ട്രീയുടെ താഴ്ഭാഗമാണ് വരച്ചിട്ടുള്ളത്. ഇപ്പം ഇനി നമുക്ക് മറു സൈഡിലുള്ള
ട്രീകൾ എങ്ങനെയാണ്, ട്രീ അല്ല ഇപ്പോൾ വരയ്ക്കുന്നത് ആ പ്ലാന്റ്സ് ആണ്. ഇങ്ങനെയാണ് തറയിൽ കുറച്ച് പ്ലാന്റ്സ് ആണ് വരയ്ക്കുന്നത്. എൻ്റെ ക്യാമറയിൽ അത് പതിഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുമ്പോൾ നിങ്ങൾക്കത് വരച്ചത് എങ്ങനെയാണെന്ന് കാണാവുന്നതാണ്. ഞാൻ മൊത്തത്തിൽ അതിന് കളർ കൊടുത്തിട്ടില്ല. അതിൽ കുറച്ച് വൈറ്റ് കളറും കൂടി വരുന്ന രീതിയിലാണ് ചെയ്തത്. ഇപ്പോഴും ഞാൻ ഡാർക്ക് ബ്രൗൺ കളർ എടുത്ത് ഇവിടെ ചെയ്യുകയാണ്. നമുക്കിത് ചെയ്തില്ല, മൊത്തത്തിൽ ബ്ലാക്ക് അടിച്ചു എന്ന് വെച്ച് കുഴപ്പമില്ല. ഞാൻ നേരത്തെ കാണിക്കാതെ പോയ ആ പ്ലാന്റ്സിൻ്റെ ഇതാണ്. ഇത് നോക്കി അതിൽ ഫിനിഷ് ചെയ്യുക. ഇനി ലൈറ്റ് വയലറ്റ് കളർ എടുത്താണ് ഈ വാട്ടർ ഫ്ലോ വരയ്ക്കുന്നത്. ഈ ലൈറ്റ് വയലറ്റ് കളർ നിങ്ങളുടെ കളർ ബോക്സിലില്ല എന്ന് വെച്ച് നിങ്ങളാരും ബുദ്ധിമുട്ടണ്ട, മനസ്സുകൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങൾ കയ്യിലുള്ള ബ്രൗൺ കളർ എടുത്തിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്താൽ മതിയാകും. വാട്ടർ ഫ്ലോ ആണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഡാർക്ക് വയലറ്റ് കളർ എടുത്തു. വയലറ്റാണ് കേട്ടോ ഇത്. ഡാർക്ക് വയലറ്റ് കളർ എടുത്തു. അതിന് വാട്ടർ ഫ്ലോയുടെ ഒരു ഷാഡോ പോലെ കൊടുക്കുകയാണ്. ഇതിലും ഷാഡോയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി യെല്ലോ കളറ് അപ്ലൈ ചെയ്യാണ്. യെല്ലോ കളറ് നമ്മൾ സണ്ണിൻ്റെ റിഫ്ലക്ഷനാണ്, വാട്ടറിലോട്ട് സണ്ണിൻ്റെ റിഫ്ലക്ഷൻ കാണുന്നതിന് വേണ്ടിയാണ് അത് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത വാട്ടർ ഫ്ലോ വരയ്ക്കുകയാണ്. ലൈറ്റ് ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. ലൈറ്റ് ബ്ലൂ കളർ എന്ന് എപ്പോഴും നമ്മളുടെ വാട്ടറിൽ ലൈറ്റ് ബ്ലൂ കളർ കാണുന്നത് സ്കൈയുടെ റിഫ്ലക്ഷനാണ്. വാട്ടറിന് ലൈറ്റ് ബ്ലൂ കളറായിട്ട് കാണുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. സ്കൈയുടെ റിഫ്ലക്ഷനാണ് ലൈറ്റ് ബ്ലൂ കളറായിട്ട് വരുന്നത്. ഇത് സണ്ണിൻ്റെ ആ സൈഡിൽ നിന്നും വാട്ടർ ഒഴുകി മറു സൈഡിലേക്ക്, അതായത് നമ്മളുടെ ഈ ഫ്രണ്ടിലുള്ള ഈ സൈഡിലുള്ള റിവറിൻ്റെ ആ സ്ഥലത്തേക്ക് വരുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇത് വാട്ടർ ഫ്ലോയുടെ കുറച്ച് വയലറ്റ് പോർഷൻസാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ലൈറ്റ് ബ്ലൂ കളർ കൊണ്ട് വരയ്ക്കുകയാണ് ബാക്കി വാട്ടർ ഫ്ലോകൾ. ഇത് ഒരു വാട്ടർ ഫ്ലോ അങ്ങോട്ട് മാറുകയോ ഇങ്ങോട്ട് മാറുകയോ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് തോന്നേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾ സ്വയം വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഡാർക്ക് ബ്ലൂ കളർ എടുക്കുക. ഡാർക്ക് ബ്ലൂ കളർ എടുത്തിട്ട് അതിനെ വാട്ടർ ഫ്ലോയുടെ ഷാഡോസായിട്ട് വരച്ച് കൊടുക്കുക. ഞാൻ ഒരു ക്യാൻവാസ് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ക്യാൻവാസ് പെയിൻറ്റിങ് ചെയ്ത സമയത്ത് എൻ്റെ സ്റ്റുഡൻസ് പറഞ്ഞു ഇത് ഓയിൽ പേസ്റ്റിൽ തന്നെ അവർക്ക് വരച്ച് പഠിക്കണം എന്നുള്ളത്. അവർ തുടക്കക്കാരായതുകൊണ്ട് അവർക്ക് ക്യാൻവാസ് പെയിൻറ്റിങ്ങിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഓയിൽ പെയിൻറ്റിൽ തന്നെ വരച്ച് പഠിപ്പിച്ചതാണ്. ഓയിൽ പേസ്റ്റലിൽ തന്നെ വരച്ച് പഠിപ്പിച്ചതാണ്. ഞാൻ അക്രിലിക് പെയിൻറ്റ് കൊണ്ട് വരച്ച ഒരു ക്യാൻവാസ് പെയിൻറ്റിങ്ങിൻ്റെ മോഡലാണ് ഇത് ചെയ്യുന്നത്. നിങ്ങളും ഇത് വളരെ ആസ്വദിച്ച് ചെയ്യുക. നമ്മളുടെ മനസ്സ് നന്നായിട്ട് റിലാക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് ഈ പിക്ചർ വരയ്ക്കുമ്പോൾ നമുക്ക് സാധിക്കും. ഇത് ഞാൻ ഈ ഒരു ട്രീയുടേത് വരച്ചത് നിങ്ങളെ കാണിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഒന്നും കൂടി എടുത്തത്. താങ്ക് യു മൈ ഡിയേഴ്സ്.